എൻ്റെ പൊന്നെ പടം കണ്ടിട്ട് ചിരിച്ചിട്ട് മണ്ണ് കപ്പി. അതൊന്നും പിന്നെ ചെറുതായിട്ടൊന്ന് കരഞ്ഞുപോയി. ഇത്രയും റിയാലിറ്റിക് ആയിട്ടൊരു ദിലീപേട്ടൻ്റെ പടം കണ്ടിട്ടില്ല. ഒരൊറ്റ വെള്ളിയാഴ്ചയല്ലേ മാസ്റ്റർ സിനിമയിൽ കാര്യങ്ങൾ തീരുമാനമാവുന്നത്. ഇത് അവന്റെ വെള്ളിയാഴ്ചയാണ്. നല്ല സിനിമയാണ്. ദിലീപേട്ടൻ്റെ അടുത്തിറങ്ങിയതിൽ ഏറ്റവും നല്ല മികച്ച സിനിമ എന്നാണ്. സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അലൻ ജോസ് പെരേരയെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ ഒരു മെസ്സേജാണ് ഈ സിനിമ കൊടുക്കുന്നത്. തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് എൻ്റെ പൊന്നോ 2 മണിക്കൂർ 20 മിനിറ്റ് സിനിമ ആരംഭിച്ച് അവസാനിക്കുന്നവരെ ഒന്നും ചിന്തിക്കാൻ പറ്റൂല. ഇത് 4K അറ്റ്മോസ് മസ്റ്റ്. ലാസ്റ്റ് 1/2 മണിക്കൂർ പുള്ളിയുടെ വേറൊരു അഴിഞ്ഞാട്ടമാണ് കാണുന്നത്. ഇത് മലയാള സിനിമയിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ, ലോക സിനിമയിൽ ആർക്കും ഇങ്ങേർക്ക് പകരം വയ്ക്കാൻ ആരുമില്ല. അത്ര ഗംഭീരമായിട്ട് അഴിഞ്ഞാടുകയാണ്. എന്താ തിയേറ്ററിലോളം, എന്താ ഒരു രസം. ഇങ്ങനത്തെ ഒക്കെ പടം വരണം. എന്നാൽ അത് പൈസക്ക് ഇഷ്ടം പോലെ ബജറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. തീട്ടപ്പടം എന്ന് വിചാരിച്ചു കയറിയത്, പക്ഷെ ഗംഭീര പടമായിരുന്നു. എക്സലന്റ്. 100 കേടി 200 വേണ്ട. ഇതേപോലെ അഭിനയിക്കണം ഒരാളെ പറ. നിങ്ങൾ പറ, ഏതാള് കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഏത് നട അഭിനയിക്കും? പറ. കഴിഞ്ഞ 25 കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട്. ഇനിയുള്ള 25 കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും.